ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് 3 ശുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരും ഉത്തരവാദിത്തങ്ങളെ മറന്നു ജീവിക്കുന്നവരും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഉത്തരവാദിത്തങ്ങളെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അത് ചെയ്യാനും വേണ്ടിയിട്ട് ദാരികനെ വധിച്ച ആ ഭഗവതി അമ്മ തന്നെയാണ് നമ്മൾ കാണുന്ന ഓരോ സ്ത്രീയിലും ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള അമ്മ സ്ത്രീകളെ ബഹുമാനിക്കാൻ തന്റെ ഭക്തരോട് പറയണു ആത്യന്തികമായിട്ടെന്നാണ്. എന്നെ ആരാധിക്കുന്നതിന് മുമ്പ് നീ സ്വന്തം വീട്ടിലെ സ്ത്രീനെ ആരാധിച്ചിട്ട് എന്നെ ആരാധിച്ചാൽ മതി. നിങ്ങളുടെ മൂകാംബിക പോവാത്ത ആൾക്കാർ കുറവായിരിക്കും ഞാൻ കരുതുന്നു. മൂകാംബികയിൽ അമ്മയുടെ ശീവേലി നടക്കുക നിങ്ങൾക്കറിയാം. കേരളത്തിലെ സമ്പ്രദായത്തിലല്ല, ദേവിയുടെ വിഗ്രഹം തലയിലേറ്റിക്കൊണ്ട് നടക്കുക. കണ്ടിട്ടില്ലേ? കാണാറില്ല ഇത്? ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ആവും. ഇപ്പൊ സ്വാമി അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ തന്ത്രിസ്ഥാനമുള്ള കുടുംബമാണ് താഴ്മൺ മഠം അല്ലെ. ആ കുടുംബത്തിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഭാവിയിൽ സ്വാമിയുടെ തന്ത്രിയാണ്. പുഴക്കര ചേന്നാസ് കുടുംബത്തിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ തന്ത്രിയാണ് ഭാവിയിൽ. ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ അത് തന്ത്രി കുടുംബമാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ആ തന്ത്രിസ്ഥാനം കിട്ടും. പക്ഷെ മൂകാംബിക അമ്മയുടെ ഈ ശീവേലി തിടമ്പ് അത് കൈകളിൽ ധരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ മാത്രം പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്താം. ആ പൂജ ചെയ്യുന്ന അടിക കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റില്ല. അത് ഒരു എക്സാം കൂടെ പാസ്സാവണം. എന്താ അത്? ആരാണോ ആ വിഗ്രഹം സ്പർശിക്കുന്നത് അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആരെ പോയി എടുക്കാൻ പറ്റുള്ളൂ? അമ്മ എടുക്കാൻ പറ്റുള്ളൂ. എന്താ അതുകൊണ്ട് അമ്മ ഉദ്ദേശിച്ചത്? ആത്യന്തികമായിട്ട് നീ ആദ്യം ആരെ മനസ്സിലാക്കണം? ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ സ്ത്രീയിലുള്ള എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്റെ വിഗ്രഹം കൈകൊണ്ട് തൊടാം. അതാണ് ഈ പ്രപഞ്ചത്തിനെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മൂകാംബിക. അങ്ങനെയുള്ള അമ്മയുടെ നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളും നമുക്ക് സുപരിചിതമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ നന്ദഗോവിന്ദത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇതൊക്കെയാണോ പ്രഭാഷണം? അതിപ്പോ ഞാൻ കേട്ടോളാം, കുഴപ്പമില്ല. ചില ആൾക്കാർ പറയും, ഈ സിനിമാ പാട്ട് പാടുന്നതാണോ ഭജന? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഭജനയാവുന്നത്? മനോഹരി രാധ രാധ എന്ത് ഭജനയാണത്? ഇതൊക്കെയാണോ ഭജന? ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇതൊക്കെ പാട്ടുകൾ ഇങ്ങനെ പാടാൻ എല്ലാവർക്കും പറ്റും, സിനിമാ പാട്ട് പാടുന്നതല്ല ഭജന സമ്പ്രദായം. വിമർശനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാനുള്ളൊരു വേദി ഇതിലുള്ളതുകൊണ്ട് പറയുന്നു. ഓരോ കാലഘട്ടത്തിലും ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടാണോ നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ നാമജപത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുക, ആ മാർഗം ഉപയോഗിക്കുക. സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്, ഭജന എങ്കിൽ ഭജന. സിനിമാ പാട്ടുകളിൽ മോശം പാട്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ സിനിമാ പാട്ടുകളിൽ നല്ല പാട്ടുകളും ഉണ്ട്. ഗുരുവായൂരപ്പനോട് ഏത് പ്രാർത്ഥന വേണമെന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരു കുട്ടി എനിക്കൊരു പാട്ടാ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം കൃഷ്ണനോട്? കല്യാണം നടത്താനും ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കാമല്ലോ. അതിന്റെ കൂടെ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താന്ന് വെച്ചപ്പോൾ ഒരു കുട്ടി ഒരു സിനിമാ പാട്ടിന് 4 വരി എഴുതി അയച്ചു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് ഏത്? നെഞ്ചുപൊട്ടി ബാലാമണി പാടിയ പാട്ട്. ഏത് പാട്ട്? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ആയിക്കോട്ടെ, അതിലൊരു ഭാഗത്ത് ഗിരിശേട്ടൻ എഴുതുന്നു, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ വെറും ജന്മത്തിലെങ്കിലും ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ. സിനിമാ പാട്ടാണ്, പക്ഷെ അത് കേൾക്കുമ്പോ ഭക്തി വരുന്നുണ്ടോ ഇല്ലയോ? ഉള്ളി ഗുരുവായൂരപ്പൻ വരുന്നുണ്ടോ ഇല്ലയോ? എന്ത് മാർഗം എന്നുള്ളത് രണ്ടാമതാണ്. അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു വലിയ വിഭാഗം ആൾക്കാര് ഭഗവാൻ ശ്രീരാമന് വിജയം എന്നുള്ളത് ആശംസിക്കാൻ മടിച്ചു നിന്നപ്പോ ഇന്ന് സിയാപതി രാമചന്ദ്രക്ക് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്, എന്ത് വിധേനയാണെങ്കിലും നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കർത്തവ്യം. ഈ ഘോരകുന്നം അമ്പലത്തിലും നമ്മൾ പോകുന്ന സമയത്ത് തൊഴുത അമ്മയെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പരിസരത്തിരുന്ന് അല്പസമയം അമ്മയുടെ നാമം ജപിക്കുക. സഹസ്രനാമെങ്കിൽ സഹസ്രനാമം, ശ്യാമളാദണ്ഡകം ശ്യാമളാദണ്ഡകം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത്. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, അത് മതി.
ഇപ്പൊ കഴിഞ്ഞുള്ളൂ കൊടുങ്ങല്ലൂർ ഭരണി. നിങ്ങൾ അവിടെ സഹസ്രനാമല്ല കേട്ടിട്ടുണ്ടാവുക, അശ്വതി കാവുതിണ്ടലിന്. മറിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് കോമരങ്ങൾ ഉറക്കെ അമ്മേന്നുറക്കെ വിളിക്കുന്ന ശബ്ദമാണ് അവിടെ ഉണ്ടായ എനർജിയുടെ ഏറ്റവും വലിയ ഭാഗം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നാമം ജപിക്കുക. ഒരാള് ഇത് പറഞ്ഞല്ലോ, സിനിമാ പാട്ട് മൊത്തം മോശമാണെന്ന് പറഞ്ഞൊരാള് പണ്ട് മൂകാംബിക പോയിട്ട് അമ്മയെ തൊഴുത് സൗപർണികയുടെ തീരത്ത് അമ്മയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കണ്ടു എന്നാണ് സൗപർണികയുടെ ഓരോ ഓളങ്ങളും തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത്. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ ഓരോ ഓളങ്ങളിലും എന്തോ എഴുതിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒന്നാമത്തെ ഓളത്തിൽ എഴുതിയതായിട്ട് കണ്ടു ഓം ശ്രീ മാത്രേ നമ. രണ്ടാമത്തെ ഓളത്തിൽ എഴുതിയതായിട്ട് കണ്ടു ശ്രീ മഹാരാജ്ഞേ നമ. ഓരോ ഓളത്തിലും അമ്മയുടെ ഓരോ നാമങ്ങൾ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു പാട്ട് മലയാളത്തിന് ലഭിച്ചു. ഏത് പാട്ട്? സൗപർണികയുടെ തീരത്ത് സുപർണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗരുഡൻ തപസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് സൗപർണിക എന്നുള്ള പേര് വന്നത്. ആ സൗപർണികയുടെ തീരത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ആ സൗപർണികയുടെ ഓരോ ഓളങ്ങളും നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അമ്മയുടെ സഹസ്രനാമങ്ങൾ കാണാം. ഏത് പാട്ട്? സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ അമ്മ. എന്താ ഇമാജിനേഷൻ നോക്കി നോക്കൂ. നമ്മൾ വെറുതെ ഒരു പുഴയുടെ അടുത്തിരുന്നപ്പോ പുഴയത്തെ കുറച്ച് ഓളം വന്നു കണ്ടു പോന്നു, അതല്ല. ആ ഓരോ ഓളങ്ങളിലും അമ്മയുടെ ഓരോ നാമങ്ങളെ കണ്ടു. 1000 ഓളങ്ങൾ തൻ്റെ അടുത്തേക്ക് വന്നപ്പോ ആ 1000 ഓളങ്ങളിലും ഓരോ നാമങ്ങൾ ജപിച്ചുകൊണ്ട് സഹസ്രനാമങ്ങൾ അവിടെ ഇരുന്ന് ജപിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുക, നാമജപത്തിന്റെ സംസ്കാരം. തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കണില്ല, കുട്ടികൾക്ക് ലളിതാ സഹസ്രനാമം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, അമ്മ ഇതൊക്കെ ചൊല്ലിയ എന്താ കിട്ടുക? അപ്പൊ നിങ്ങൾ എന്ത് പറയും? എന്താ പറയുക? അങ്ങനെ കുട്ടി ചോദിച്ചാൽ എന്ത് പറയും? അമ്മ നാമം ചൊല്ലിയ എന്താ കിട്ടുക? ഇന്നത്തെ കുട്ടികൾ ചോദ്യം ചോദിക്കുക, പറഞ്ഞില്ല എന്ന് വേണ്ട. പണ്ടത്തെ പോലെ അതില്ല. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും എന്ത് കിട്ടും? ദയവായിട്ട് പ്രിയപ്പെട്ടവരെ, മോക്ഷം കിട്ടുമെന്നും പറയാതിരിക്കുക. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ പെരുന്നാളത്തും പറഞ്ഞു, ഒരു മുത്തശ്ശി ഇതേപോലെ പറഞ്ഞു അത്രേ, കുട്ടിയെ നാമം ചൊല്ലുന്ന് പേരക്കുട്ടടുത്ത്. പേരക്കുട്ടി തിരിച്ചു ചോദിച്ചു, അതിന് ബുദ്ധിയുണ്ടേ, മുത്തശ്ശിയെ നാമം ചൊല്ലിയാൽ എന്താ കിട്ടുക? മോക്ഷം കിട്ടും, കുട്ടിയെ ചൊല്ലിക്കോളൂ. കുട്ടി എടുത്ത വായിക്ക് പറഞ്ഞു, ഇത് ആദ്യം കിട്ടാൻ പോണ മുത്തശ്ശിക്കാണ്, അവർക്ക് ചൊല്ലിക്കോളൂ, ഏതാണ്ട് സമയമായിട്ടുണ്ട്. ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാനും അവനവന്റെ ഉള്ളിനെ ശുദ്ധീകരിക്കാനുമാണ് ആത്യന്തികമായി നാമങ്ങൾ ഉപകരിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് 3 ശുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് ഓരോന്നത്തിരി പോകുമ്പോൾ ആലോചിക്കുക. ഒന്ന്, ശരീരത്തിന്റെ ശുദ്ധി. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പതിവുണ്ടല്ലോ അല്ലെ, കുളി നന ഏർപ്പാടൊക്കെ ശരീരത്തിന്റെ ശുദ്ധിക്കാണ്. 2, വാക്കിന്റെ ശുദ്ധി. വാക്കിന്റെ ശുദ്ധിക്കാണ് എന്ത്? വാക്കിൽ എപ്പോഴും നാമം ഉണ്ടായിരിക്കണം. 3, മനസ്സിന്റെ ശുദ്ധി. മനസ്സിൽ എപ്പോഴും ദേവിയുടെ രൂപവും മറ്റും ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. കുളി കൊണ്ട്, സ്നാനാദി കർമ്മങ്ങൾ കൊണ്ട് ശരീരത്തെയും, നാമജപം കൊണ്ട് വാക്കിനെയും, ധ്യാനം കൊണ്ട് മനസ്സിനെയും ശുദ്ധീകരിച്ചിട്ട് വേണം അമ്മയെ പോയി കാണാനാണ്. അതാണ് ത്രികരണ ശുദ്ധി. കുളിച്ചിട്ടുണ്ട്, മനസ്സിലുള്ള വികാരം മൊത്തം മോശം, വായ തുറന്നാൽ ഭരണിയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത്. കുളിച്ചിട്ടില്ല, നമ്മൾ പറയണം എന്റെ മനസ്സ് ശുദ്ധമാണ്, അതുകൊണ്ടും കാര്യമില്ല. ഇന്നിപ്പോ ആ ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ശുദ്ധമായാൽ മതി എന്ന് പോരാ, ത്രികരണ ശുദ്ധി. 3 ശുദ്ധി ഉണ്ടാവണം. മനസ്സിനുണ്ടാവണം, വാക്കിനുണ്ടാവണം, ശരീരത്തിനുണ്ടാവണം. ഇത് 3 ഉണ്ടെങ്കിൽ പോവാം. അങ്ങനെ പാടും. ആ ശുദ്ധി ഉണ്ടാവാനാ നാമം. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ 1000 തവണ അമ്മയുടെ നാമം ജപിച്ചപ്പോ അമ്മ അങ്ങനെ 1000 ഉണ്ട്. ഒരു കുട്ടി 500 ആയപ്പോ സമയം ഉണ്ടായിരുന്നല്ലോ, എന്താ ബാക്കി 500 ജപിക്കാൻ കുറച്ചിരിക്കട്ടെ? അതല്ല അനുഗ്രഹം. ആ നാമജപം കൊണ്ട് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് നാമം. 2, വീണ് പോകുമ്പോ എണീറ്റ് നിൽക്കാനാണ് നാമം. വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ടത് എപ്പോഴാ? ധർമ്മപുത്രർക്ക് രാജ്യം മുഴുവൻ വേണ്ട, ഇതിന്റെ മുകളിൽ ഇരുന്ന് എനിക്ക് എന്റെ അനിയന്മാരെയും കുട്ടികളൊക്കെ ഓർമ്മ വരുന്നിട്ട് മൂപ്പർക്ക് ട്രോമ തുടങ്ങി. അപ്പോഴാ ഭഗവാൻ ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിച്ചത് എന്തിന്? ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ.
ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. സഹസ്രനാമം കേട്ടപ്പോ അദ്ദേഹത്തിന് ബോധമുണ്ടായി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരും ഉത്തരവാദിത്തങ്ങളെ മറന്നു ജീവിക്കുന്നവരും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഉത്തരവാദിത്തങ്ങളെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനാണ് നിങ്ങൾ കുട്ടികളെ നാമം ചെല്ലാൻ പഠിപ്പിക്കേണ്ടത്. ഒരു കുട്ടി തിരിച്ചു ചോദിച്ചാൽ പറയാം, മോനെ മോളെ, ജീവിതമാണ്, ഇടയ്ക്കൊക്കെ ഈ ഓട്ടത്തിൽ വീഴ്ച ഉണ്ടാവും. അച്ഛൻ വീണിട്ടുണ്ട്, അമ്മ വീണിട്ടുണ്ട്, മുത്തശ്ശൻ വീണിട്ടുണ്ട്, മുത്തശ്ശി വീണിട്ടുണ്ട്. പക്ഷേ വീണപ്പോഴൊക്കെ ഞങ്ങളെ എണീറ്റ് നിൽക്കാൻ ഈ സഹസ്രനാമം ഞങ്ങളെ ഉപദേശിച്ചു, ഉപയോഗിച്ചു, സഹായിച്ചു എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ അവർ ജപിച്ചോളൂ. അല്ലാതെ മോക്ഷം കിട്ടാനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുട്ടി പറഞ്ഞ് നമ്മളും കേൾക്കേണ്ടി വരും. പിന്നെ നമുക്ക് തോന്നലാവും, ഇനിയിപ്പോ ഇന്നോ നാളെ ഉണ്ടാവുമോ,